നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 7ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് അടിസ്ഥാന പാഠവലിയാണ്. അതിലെ ആദ്യത്തെ യൂണിറ്റായ കതിർച്ചൂടും നാടിൻ പെരുമകൾ, അതിൽ തന്നിരിക്കുന്ന പ്രവേശകവും അതുപോലെ ഗ്രാമശ്രീകൾ എന്ന ഒരു കവിതയുമാണ്. നമുക്ക് ആദ്യം നമ്മുടെ യൂണിറ്റിന്റെ തലക്കെട്ട്, അതിന്റെ പ്രസക്തി ഒന്ന് മനസ്സിലാക്കാം. കൂടാതെ അതിൽ തന്നിരിക്കുന്ന 2 സാക്ഷ്യപത്രങ്ങളും അതിന്റെ പ്രസക്തിയും നമുക്കൊന്ന് നോക്കാം. എല്ലാവരും തയ്യാറാണല്ലോ? ഓക്കെ, നമുക്ക് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഒന്ന് പഠിക്കാം. എല്ലാവരും തയ്യാറാണല്ലോ? ഇതാ യൂണിറ്റിന്റെ പേര് കതിർച്ചൂടും നാടിൻ പെരുമകൾ. കതിർ എന്ന വാക്കിന് രശ്മി എന്നും നെൽക്കതിർ എന്നും അർത്ഥമുണ്ട്. പെരുമ എന്നാൽ പ്രശസ്തി അഥവാ കീർത്തി. നെൽക്കതിർ ചൂടി നിൽക്കുന്ന നാടിൻ്റെ പ്രശസ്തിയെ വർണ്ണിക്കുന്ന ഒരു യൂണിറ്റ്. ഇതിൻ്റെ അർത്ഥം, ഈ യൂണിറ്റ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ബോധിപ്പിക്കുന്നത്, മനസ്സിലാക്കിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, കൃഷിയുടെ പ്രാധാന്യം, മഹത്വം, ഇതൊക്കെയാണ്. ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ചിത്രത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താണ് കാണപ്പെടുന്നത്? പച്ച വിരിച്ചു കിടക്കുന്ന നെൽവയലുകൾ, നിരനിരയായി നിൽക്കുന്ന കേരവൃക്ഷങ്ങൾ, ഭംഗിയുള്ള മലനിരകൾ. പ്രകൃതിയുടെ ഭംഗി അവർണ്ണനീയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടായ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി. കേരളം എവിടെയും പച്ച പിടിച്ചു കിടക്കുന്ന, അതിമനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന, ദൃശ്യഭംഗി എങ്ങെങ്ങും കളിയാടുന്ന ഒരു നാട് തന്നെയാണ്. ആ നാടിനെക്കുറിച്ചും ആ നാടിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ പ്രധാന തൊഴിലായ കൃഷിയെക്കുറിച്ചും നമുക്ക് വേണ്ട അറിവുകൾ നൽകുകയാണ് ഇവിടെ. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ 2 സാക്ഷ്യപത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. സാക്ഷ്യപത്രം എന്നാൽ സർട്ടിഫിക്കറ്റ് എന്നും അർത്ഥമുണ്ട്. ഇത് സംസ്ഥാന കർഷക അവാർഡ് 2022 എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ആർക്കൊക്കെയാണ്? 2 വിദ്യാർത്ഥികൾക്കാണ് ലഭ്യമായിട്ടുള്ളത്. അവരുടെ പേരുകൾ അർജുൻ അശോക് എന്നും എയ്സൽ കൊച്ചുമോൻ എന്നുമാണ്. എന്തായാലും മിടുക്കർ തന്നെ അല്ലേ? ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കേരള സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള കർഷക അവാർഡ് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല അല്ലേ? അർജുൻ അശോക് ആലപ്പുഴ ജില്ലയിൽ മുട്ടാർ മിത്രക്കരി സ്വദേശിയാണ്. ഈ കുട്ടി എന്താണ് ചെയ്തത്? അവൻ്റെ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്തു. പച്ചക്കറി മാത്രമല്ല കേട്ടോ, കൂടാതെ പൂക്കളും ആട്, കോഴി, മുയൽ തുടങ്ങിയ വളർത്തു മൃഗങ്ങളെയും അവൻ വളർത്തി. പഠനത്തോടൊപ്പം ഇക്കാര്യങ്ങളെല്ലാം ചെയ്ത് അതിൽ നിന്നും വലിയ നേട്ടങ്ങളാണ് അവനുണ്ടാക്കിയത്. 2018 നമുക്കൊരു മഹാപ്രളയമുണ്ടായല്ലോ. ആ സമയത്ത് അവൻ്റെ ഈ കൃഷികളും മറ്റും നശിച്ചു പോകുമോ എന്നവൻ ഭയപ്പെട്ടു. എന്നാൽ അവൻ്റെ ബുദ്ധിയിൽ അവൻ എന്താ ചെയ്തത്? ആ വെള്ളത്തിൻ്റെ ഉയരത്തിലായിട്ട് പടവുകൾ കെട്ടിയിട്ട് അതിന് മുകളിൽ ഗ്രോ ബാഗുകൾ വെച്ചിട്ട് അതിലവൻ അവൻ്റെ പച്ചക്കറി കൃഷി തുടർന്നു. മിടുക്കൻ തന്നെ അല്ലേ? പിന്നീട് അവൻ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ? ജൈവ കൃഷിയുടെ പ്രചാരണത്തിനായിട്ട്. അപ്പം മറ്റുള്ളവർക്കും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അറിവ് നേടാൻ, കൃഷി ചെയ്യാൻ ഉള്ള പ്രചോദനം എന്ന മട്ടിൽ അവൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലൂടെ അവൻ്റെ കൃഷിരീതികളെല്ലാം മറ്റുള്ളവരെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ആൾ എയ്സൽ കൊച്ചുമോനാണ്. ആ വിദ്യാർത്ഥിനിക്കും സംസ്ഥാന കർഷക അവാർഡ് 2022 ലഭിച്ചു. അടിച്ചിലി പീച്ചാമ്പള്ളി സ്വദേശിനിയാണ് കേട്ടോ എയ്സലും പച്ചക്കറി കൃഷി തന്നെയാണ് കൂടുതലായിട്ടും ചെയ്തത്. നമ്മൾ വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങുന്നത് പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ടാണല്ലോ.
അവിടെ ചെന്നാൽ നമുക്ക് ഏതുതരം പച്ചക്കറിയും കിട്ടും, പണം കൊടുത്താൽ മാത്രം മതി. പക്ഷേ ആ പച്ചക്കറികളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നത് ആയിരിക്കുകയില്ല. അല്ല, തീർച്ച തന്നെ. അത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും മറ്റും വരുന്നതാണ്. ആ പച്ചക്കറി മുഴുവൻ വിഷമടിച്ച്, അത് കേടുവരാതിരിക്കാനും മറ്റുമായിട്ട് വിഷമൊക്കെ അടിച്ച് കൊണ്ടുവരുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളത് വില കൊടുത്തു വാങ്ങി ഭക്ഷിക്കുമ്പോൾ ആ വിഷാംശം നമ്മുടെ ശരീരത്തിൽ കുറച്ചെങ്കിലും കടക്കാതിരിക്കുകയില്ല. അത് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇവിടെ എയ്സൽ കൊച്ചുമോൻ എന്ന ആ പെൺകുട്ടി വിദ്യാർത്ഥിനി തൻ്റെ വീട്ടിൽ വിഷരഹിത പച്ചക്കറികളാണ് കൃഷി ചെയ്തത്. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അങ്ങനെ അവൾ കൃഷി ചെയ്തുണ്ടാക്കി. അവൾ ജൈവ കീടനാശിനി, കീടങ്ങൾ ഒക്കെ വന്ന് ആക്രമിച്ച് പച്ചക്കറി നശിക്കാതിരിക്കാൻ വേണ്ടി ജൈവ കീടനാശിനിയും അതുപോലെ ജൈവ കൃഷി രീതികളുമാണ് അവലംബിച്ചത്. എയ്സലും തൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുറമേക്ക് മറ്റുള്ളവർക്ക് നൽകുന്നതിന് യൂട്യൂബ് ചാനൽ നടത്തി അതിലൂടെ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നമ്മളിപ്പോൾ അർജുന അശോകനെ കുറിച്ചും എയ്സൽ കൊച്ചുമോനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി, മിടുക്കരായ 2 വിദ്യാർത്ഥികളാണെന്നൊക്കെ പഠിച്ചു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അവരെ പോലെ നിങ്ങളും കൃഷി ചെയ്യാറുണ്ടോ? ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല അല്ലേ? ഉണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാറുണ്ടോ? അച്ഛനോ അമ്മയോ ആരെങ്കിലും? ചിലപ്പോൾ അച്ഛനോ അമ്മയോ ഒക്കെ സഹായിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കാം ചെയ്യുക. എന്തായാലും നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ അവധി സമയങ്ങളിൽ പഠനങ്ങൾക്കൊക്കെ ശേഷം കുറച്ച് സമയം നമ്മൾ ഇത്തരത്തിലുള്ള കൃഷികൾ ചെയ്യാനായിട്ട് ഒന്ന് വിനിയോഗിക്കുക. ഒരല്പം മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ. പറ്റും. ഇവിടെ നമ്മൾ ഈ 2 വിദ്യാർത്ഥികളുടെ ഈ പുരസ്കാരങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്കും ഇത്തരത്തിലുള്ള അവാർഡുകൾ നേടിയാൽ എന്താണ് എന്നൊരു ചിന്താഗതി കടന്നു വരില്ലേ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് കൃഷി ചെയ്യാം, കൃഷിയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നൊരു തോന്നൽ കടന്നു വരും. ഇത്തരം പുരസ്കാരങ്ങൾ കാണുമ്പോൾ അത് നമുക്കൊരു പ്രചോദനമായി തീരും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ. നിങ്ങൾ കൃഷി ചെയ്യാത്തവരാണെങ്കിൽ കൂടി ഇനി മുതൽ നിങ്ങൾക്കാവുന്ന വിധത്തിൽ നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറി കൃഷിയും മറ്റും ചെയ്ത് വിളവുണ്ടാക്കി ഭക്ഷ്യവസ്തുക്കളാക്കി ഉപയോഗിക്കുക. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രയോജനകരമാണ്. നമ്മുടെ കവിതയുടെ പേരെന്താണ്? ഗ്രാമശ്രീകൾ. കടത്തനാട്ട് മാധവി അമ്മ ഗ്രാമശ്രീകൾ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം എഴുതുകയുണ്ടായി. ആ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് ഗ്രാമശ്രീകൾ. ശ്രീ എന്നാൽ ഐശ്വര്യം എന്നർത്ഥം. ഗ്രാമത്തിന്റെ ഐശ്വര്യം. ഇവിടെ ആരാണ് ഗ്രാമത്തിന്റെ ഐശ്വര്യമെന്ന് കവയിത്രി പറയുന്നത്? മറ്റാരെയുമല്ല, പാടത്ത് പണിയെടുക്കുന്ന, കൃഷിപ്പണി ചെയ്യുന്ന കർഷക സ്ത്രീകളെയാണ്. അവരാണ് ഗ്രാമത്തിന്റെ ഐശ്വര്യം. ഗ്രാമത്തിനെയും അതിന്റെ മനോഹാരിതയെയും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന കവയിത്രിയായിരുന്നു കടത്തനാട്ട് മാധവി അമ്മ. കവിതകളിൽ ഗ്രാമസൗന്ദര്യം ആവിഷ്കരിക്കുക എന്നത് കവയിത്രിയുടെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. നമുക്ക് നമ്മുടെ കവിതയിലേക്ക് പോകാം, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ഈ കവിത നിങ്ങളെ ഒന്ന് ചൊല്ലിക്കേൾപ്പിക്കട്ടെ. എല്ലാവരും ശ്രദ്ധയോടെ ഒന്ന് കേട്ടിരിക്കൂ. നെല്ല് കൃഷി ചെയ്യുന്ന ഒരു പാടത്തിന്റെ ചിത്രം എത്ര മനോഹരമാണെന്ന് നോക്കൂ. ഇവിടെ കർഷക സ്ത്രീകൾ കുനിഞ്ഞു നിന്ന് ഞാറ് നടുകയാണ്. അവർ എങ്ങനെയാണ് നിൽക്കുന്നത്? നിരയായിട്ട്. അവരുടെ പുറകിലായിട്ട് പുരുഷന്മാരുമുണ്ട്. അവർ തലച്ചുമടായിട്ട് ഞാറ് കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ ഞാറ് നടുന്നുമുണ്ട്. ഗ്രാമശ്രീകൾ എന്ന കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം.
നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ. ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ. കൈവശമാക്കുവാനീ കലാവൈഭവം ഏതൊരധ്യാപകൻ കൂട്ടുനിന്നു. കന്നിനൽ കണ്ടം ഉഴുതു മറിക്കുന്നു, മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു. ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ. അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞെണീറ്റന്യോന്യം ചൊല്ലി വിളിക്കയായി. വേലിപ്പടർപ്പിലെ പച്ചിലച്ചാർത്തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു. ചെന്നിക്കൽ കെട്ടി ചരിച്ചു നിറുത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ തുമ്മാൻ ചെരുതി ഉടുപുടത്തുമ്പുകൾ ഒന്നുമേലാക്കം കയറ്റിക്കുത്തി. കാലുപുതയും വരമ്പത്തെ പാഴ്ചെളി താരയിൽ താമര താർ വിടർത്തി. മന്ദം ഉണർന്നോ ദിഗന്ധങ്ങൾ, നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പാറി. പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തവും എങ്ങുമെങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു. ഹാ, എന്തൊരു സുന്ദരാലേഖ്യം നിൻ കേരളമേ. കിക്കിളി കൂട്ടി ഉഴവുചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽ ചളിയിൽ. മന്ദം ഇറങ്ങി നിരന്നു നില കൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിനരുമ മക്കൾ. കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ, കാൽകൾ ചെളിയിൽ കുതിക്കയായി. താഴി വയലിൽ നിരയായി നിരയായി നീലനിരാളം വിരിയുകയായി. വായുവിൽ കേരള വീരാപദാനങ്ങൾ ആലോല നർത്തനം ആടുകയായി. സന്തത തൂലിക സാഹചര്യം കൊണ്ടു നൊന്തു മരവിച്ച മൽക്കരമേ. മഞ്ജുളമീ കലാസൃഷ്ടിക്കു മുമ്പിലായി അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം. ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പത്രേ, നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പൂ. ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പത്രേ, നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പൂ. കവിത ചൊല്ലിയത് എല്ലാവരും കേട്ടല്ലോ. നിങ്ങളുടേതായ ഈണവും താളവും ഈ കവിതയ്ക്ക് കണ്ടെത്തുക. ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടും കവിത ഒന്ന് ചൊല്ലാൻ ശ്രമിക്കുക. കവിതയുടെ ആശയം ഇതാ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മുടെ കവയിത്രി ഒരു ദിവസം നെൽകൃഷി ചെയ്യുന്ന പാടത്തേക്ക് വരികയാണ്. ആ പാടത്തിന്റെ വരമ്പിലങ്ങനെ ഒരു നീളൻ കുടയും ചൂടി നിൽക്കുകയാണ്. അങ്ങനെ നിന്നുകൊണ്ട് എല്ലാ സ്ഥലവും വീക്ഷിക്കുന്നു, കാണുന്നു. ആ കാഴ്ച കവയിത്രിയുടെ മനസ്സിൽ ചില ചിന്തകൾ ഉണർത്തുന്നു. ആ ചിന്തകളാണ് ഈ കവിതയായിട്ട് രൂപം കൊള്ളുന്നത്. കവയിത്രി പറയുന്നു: നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ. കണ്ടോ, ഞാനീ വരമ്പിന്റെ ആ ഒരു അറ്റത്ത് ഒരു കൊതുമ്പ് പോലെയുള്ള ഭാഗത്ത് നിൽക്കുമ്പോൾ ആകെ നാണിച്ചു പോവുകയാണ്. എന്തിനാണ് നാണിക്കുന്നത്? അതിന് കാരണമുണ്ട്. ആ വരമ്പിന്റെ ആ കൊതുമ്പിൽ ഒരറ്റത്ത് നിൽക്കുമ്പോൾ, കുടയൊക്കെ ചൂടി അങ്ങനെ നിൽക്കുമ്പോൾ കവയിത്രി കാണുന്നത് ആ പാടത്ത് നല്ല വെയിലാണ്, സൂര്യന്റെ ശക്തമായ ചൂടുണ്ട്. ആ ചൂടെല്ലാം സഹിച്ച്
ചെളിയിൽ നിന്നുകൊണ്ട് കൃഷിപ്പണി ചെയ്യുന്ന കർഷക സ്ത്രീകളെയാണ്. കണ്ടോ, ഞാൻ കുടയൊക്കെ ചൂടി വെയിലേൽക്കാതെ ഇവിടെ അങ്ങനെ സുഖിച്ചു നിൽക്കുന്നു. എന്നാൽ എന്നെ പോലെ തന്നെയുള്ള മറ്റു സ്ത്രീകൾ ആ പാടത്ത് കഠിനാധ്വാനം ചെയ്യുന്നു. ആ കാഴ്ചയാണ് കവയിത്രിയിൽ നാണമുണ്ടാക്കിയത്, നാണിച്ചു പോകാൻ കാരണമായത്. എന്നിട്ട് ചോദിക്കുന്നു ആ കർഷക സ്ത്രീകളോട്, ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലിൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ? അല്ലയോ സോദരിമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഈ കൃഷിപ്പണി ചെയ്യാനുള്ള ആ ഒരു അറിവ്, കഴിവ് ഏതു വിശ്വവിദ്യാലയത്തിൽ നിന്നുമാണ് പഠിച്ചത്? നമ്മൾ പഠിക്കാനായിട്ട് എവിടെ പോകുന്നു? സ്കൂളുകളിൽ പോകുന്നു, അല്ലെ? സ്കൂളുകളിൽ നമ്മൾ ചെന്ന് ക്ലാസ് റൂമിൽ ഇരിക്കുന്നു. അധ്യാപകർ വന്ന് നമ്മളെ ഓരോ വിഷയവും പഠിപ്പിക്കുന്നു, ശരിയല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ കർഷക സ്ത്രീകൾ പഠിക്കുന്നത് അങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ പോയിട്ടാണോ? ഒരിക്കലുമല്ല. അവർ പഠിക്കുന്നത് വിശ്വവിദ്യാലയത്തിൽ നിന്നുമാണ്. ലോകമാകുന്ന വിദ്യാലയം. ആ വിദ്യാലയത്തിന്റെ പ്രസക്തി എന്താണെന്നറിയാമോ? വിശ്വവിദ്യാലയം, ലോകമാകുന്ന വിദ്യാലയത്തിൽ നിന്നും അവർ ആരും പഠിപ്പിക്കുകയല്ല അവരെ ചെയ്യുന്നത്. അവർ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കുകയാണ്. തലമുറ തലമുറകളായിട്ട് പകർന്നു വന്ന കൃഷി രീതികൾ അവർ അങ്ങനെ പഠിക്കുന്നു. ലോകമാണ് അവരുടെ വിദ്യാലയം. കൈവശമാക്കുവാൻ ഈ കലാവൈഭവം ഏതൊരധ്യാപകൻ കൂട്ടുനിന്നു. നിങ്ങൾ കൈവശമാക്കിയ ഈ കലാവൈഭവം കണ്ടോ, കൃഷിപ്പണിയെ കവയിത്രി ഒരു കലാസൃഷ്ടിയായിട്ട് കാണുന്നു. കലകൾ, എത്രയെത്ര കലാരൂപങ്ങളാണ് നമുക്കുള്ളത്, അല്ലെ? ഇവിടെ ഈ കൃഷിപ്പണിയെ അതുപോലെയുള്ള ഒരു കലാരൂപമായിട്ട് കവയിത്രി കാണുന്നു. ഇത് നിങ്ങൾക്ക് ഏത് അധ്യാപകനാണ്, ഏത് ഗുരുനാഥനാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അതിന് കാരണമുണ്ട്. ഈ കർഷക സ്ത്രീകൾ ചെളിയിൽ അങ്ങനെ നിന്നുകൊണ്ട് ഞാറ് നടുമ്പോൾ ആ ഞാറ് നടുന്നത് എത്ര കലാപരമായിട്ടാണ് അവർ ചെയ്യുന്നത്. അവർ ഒരേ നിരയായിട്ട് കുനിഞ്ഞു നിന്ന് ഒരേ അളവിൽ അതിഭംഗിയായിട്ട് ആ ഞാറുകൾ നടുന്നു. നിങ്ങൾ പാടത്ത് കൃഷിപ്പണി കാണാൻ പോയിട്ടുണ്ടോ? എവിടെയെങ്കിലും കൃഷിപ്പണികൾ, ഈ നെൽകൃഷിയൊക്കെ ചെയ്യുന്നത് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ചോദിക്കാൻ കാരണമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ വയലേലുകളെല്ലാം കുറഞ്ഞു പോയിരിക്കുന്നു. നെൽകൃഷി തീരെ ഇല്ലാതായിരിക്കുന്നു. അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. വയലുകളെല്ലാം മണ്ണിട്ട് നികത്തി കെട്ടിടങ്ങളും അതുപോലെ വ്യവസായപരമായ സ്ഥാപനങ്ങളും ഒക്കെ സ്ഥാപിച്ച് കൃഷിഭൂമികൾ ഇല്ലാതാക്കിയിരിക്കുന്നു. ശേഷിച്ച കൃഷിഭൂമികളിലാകട്ടെ കൃഷിയും ചെയ്യുന്നില്ല. ഇത്തരത്തിലൊരു അവസ്ഥയാണ് ഇന്നുള്ളത്. വളരെ വിരളമായ കൃഷിഭൂമികൾ മാത്രം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. എങ്കിലും എന്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീടിന് ചുറ്റും വയലുകളായിരുന്നു. നെൽകൃഷി ചെയ്യുന്ന വയലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നിലമൊക്കെ ഒരുക്കി വിത്ത് വിതച്ച് ഞാറു നട്ട് ഒടുവിൽ വിളവ് കൊയ്തെടുക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് അതെല്ലാം. ഒരു കലാരൂപം കണ്ട് നമ്മൾ ആസ്വദിക്കുന്നത് പോലെ, ആഹ്ലാദിക്കുന്നത് പോലെ നമ്മൾ ഈ കൃഷിരീതികൾ കണ്ട് സന്തോഷിക്കും. അപ്പൊ കവയിത്രി ചോദിക്കുന്നു, ഇത്തരത്തിലുള്ള കലാവൈഭവം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഏത് അധ്യാപകനാണ്? കന്നിനൽ കണ്ടം ഉഴുതുമറിക്കുന്നു, മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു. കന്നി നെൽക്കണ്ടം, പുതു നെൽക്കണ്ടം അതങ്ങനെ ഉറച്ചു കിടക്കുകയാണ്. അത് ഉഴുതുമറിക്കുകയാണ്, ഇളക്കി മറിക്കുകയാണ്. അങ്ങനെ ഇളക്കി മറിക്കുമ്പോൾ
എവിടെയും ഉയർന്നു വരുന്നത് മണ്ണിന്റെ പുതുമണമാണ്. മണ്ണിന്റെ മണം. കുറേ കാലം മഴ പെയ്യാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം മഴ പെയ്യുമ്പോൾ ആ ഉണങ്ങിക്കിടക്കുന്ന ആ മണ്ണിലേക്ക് വെള്ളം വീഴുമ്പോൾ ഒരു മണം വരാറുണ്ട്, ഒരു സുഗന്ധം വരാറുണ്ട്. നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ് ആ പുതുമണ്ണിന്റെ ഗന്ധം. നമ്മൾ പറയും, ഹായ് എന്തൊരു നല്ല ഗന്ധമെന്ന്. നിങ്ങൾക്കും അത്തരം ഒരു പുതുമണ്ണിന്റെ ഗന്ധം ലഭിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ? ഇവിടെ എന്താ പറയുന്നത്? ആ ഉണങ്ങി ഉറച്ചു കിടക്കുന്ന മണ്ണ് ഉഴുതുമറിക്കുകയാണ്. അങ്ങനെ ഉഴുതുമറിക്കുമ്പോൾ അവിടെ മണ്ണിന്റെ പുതുഗന്ധം ഉയരുകയാണ്. പണ്ട് കാലത്ത് നിലം ഉഴാൻ എന്താണ് ഉപയോഗിച്ചിരുന്നത് അറിയാമോ? കാളകളെയാണ്. 2 കാളകൾ. ആ കാളകളുടെ കഴുത്തിൽ ഒരു നുകം എന്ന് വെച്ചാൽ കലപ്പ, അത് വെച്ച് കെട്ടും. എന്നിട്ട് ഒരു കർഷകൻ ആ കാളയെ ആ വയലിലൂടെ അങ്ങനെ നടത്തും. അപ്പോൾ നുകത്തിന്റെ ഈ മൂർച്ചയുള്ള ഭാഗം മണ്ണിൽ ഇങ്ങനെ താഴ്ന്നിട്ട് ആ കാളകൾ സഞ്ചരിക്കുന്നതിനനുസരിച്ച് മണ്ണ് ഇളകും. ഇതിനാണ് നിലം ഉഴുക എന്ന് പറയുന്നത്. നല്ല കാണാൻ ഇമ്പമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. അങ്ങനെ കാളകളെ കൊണ്ട് നിലമുഴുമ്പോൾ ആ കർഷകൻ പാട്ടൊക്കെ പാടും. പാട്ടുപാടിയിട്ടാണ് ഇങ്ങനെ ഉഴുതു പോകുന്നത്. കാളകളാണെങ്കിൽ തലയൊക്കെ ആട്ടി സന്തോഷത്തോടെ അങ്ങനെ സഞ്ചരിക്കും. ഇന്നും നിലം ഉഴുന്നുണ്ട്, പക്ഷേ കാളകളല്ല എന്ന് മാത്രം. ഇന്ന് നിലമുഴാൻ ട്രാക്ടർ, ടില്ലർ പോലെയുള്ള ആധുനിക യന്ത്രങ്ങളുണ്ട്. അതുപയോഗിച്ചാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കാളവണ്ടി കണ്ടിട്ടുണ്ടോ? കുറെ കാലം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ ഈ മോട്ടോർ വാഹനങ്ങളൊക്കെ വരുന്നതിന് മുൻപ് ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്നത് കാളവണ്ടികളായിരുന്നു. 2 കാളകൾ 2 വശത്തു നിന്ന് ആ വണ്ടി വലിച്ചു കൊണ്ടുപോകും. ഒരു കാളവണ്ടിക്കാരൻ അതിന് മുകളിൽ കയറിയിരിക്കും. വളരെ പതുക്കെ കാള നടക്കുന്ന വേഗത നമുക്കറിയാമല്ലോ. ആ വേഗതയിലാണ് ഈ വണ്ടി പോകുക. സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നതിനും പിന്നെ യാത്ര ചെയ്യുന്നതിനും എല്ലാം അക്കാലത്ത് ഈ കാളവണ്ടികളാണ് ഉപയോഗിച്ചിരുന്നത്. അതിനും കാളയുടെ കഴുത്തിൽ ഈ നുകം വെച്ച് കെട്ടും. അപ്പൊ അങ്ങനെ നമ്മളിവിടെ ആ മണ്ണിന്റെ പുതുമണത്തെ കുറിച്ചാണ് അല്ലെ, നിലം ഉഴുതുമറിക്കുന്ന പുതുമണത്തെ കുറിച്ചാണ് പഠിച്ചത്. ഇതാ മറ്റൊരു നുകത്തിന്റെ കാര്യം പറയുന്നു. അതേതാണ് ആ നുകം? ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ. അതെ, നമ്മുടെ താഴെ വയലുണ്ട്. വയല് കാളകൾ നുകമൊക്കെ കെട്ടി ഉഴുതുമറിക്കുന്നു. അതുപോലെ മുകളിൽ ആകാശമാകുന്ന പാടം, അവിടെയും ഒരാൾ നിലമുഴുന്നുണ്ട്. അതാരാണ്? ഉണ്ണിക്കതിരോൻ, പ്രഭാത സൂര്യൻ, ഉദയസൂര്യൻ. ആ ഉദയസൂര്യന്റെ പൊൻനുകപ്പാടേറ്റ്. പ്രഭാതത്തിൽ സൂര്യന്റെ കിരണങ്ങൾ പൊന്നുപോലെ ഇരിക്കും അല്ലെ, നല്ല സ്വർണ്ണ നിറമായിരിക്കും. ആ സ്വർണ്ണ നിറത്തിലുള്ള രശ്മികളാകുന്ന കിരണങ്ങളാകുന്ന നുകം, ആ നുകത്തിന്റെ പാടേറ്റിട്ട് ആകാശമാകുന്ന പാടം ആകെ ചുവന്നിരിക്കുന്നു. നിങ്ങൾ വെളുപ്പിന് എഴുന്നേൽക്കാറുണ്ടോ? ഒരു 6 മണി ഒക്കെ സമയത്ത് എഴുന്നേറ്റിട്ട് നേരെ കിഴക്കൻ ദിക്കിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ അവിടെ ആകാശം, അതിന്റെ നിറം എന്തായിരിക്കും? ചുവപ്പായിരിക്കും. നല്ല ഭംഗിയുള്ള ചുവന്ന നിറമായിരിക്കും. അതാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രഭാത സൂര്യന്റെ സ്വർണ്ണ നിറത്തിലുള്ള രശ്മികളാകുന്ന നുകത്തിന്റെ പാടേറ്റ് കിഴക്കൻ ആകാശം ഇതാ ചുവന്നിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ആ ഗ്രാമത്തിലേക്ക് കടക്കാം. ഗ്രാമത്തിന്റെ സൗന്ദര്യത്തിലേക്ക് കടക്കാം. ഗ്രാമം എത്ര പ്രകൃതി ഭംഗി നിറഞ്ഞ പ്രദേശമാണ്. ഇന്ന് ഗ്രാമങ്ങൾ കുറഞ്ഞു വരികയാണ്. എല്ലാം നഗരവൽക്കരിക്കപ്പെടുന്നു.
ഗ്രാമത്തിൽ എവിടെ നോക്കിയാലും പച്ച പടർപ്പുകളായിരിക്കും, പച്ച നിറമായിരിക്കും. തിങ്ങി നിറഞ്ഞ മരങ്ങളും പുഴകളും തോടുകളും എല്ലാം. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിന്റെ ഒരു ചിത്രത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. നേരം പ്രഭാതമായി, സൂര്യനിതാ ഉദിച്ചു വരികയാണല്ലോ. ആ സമയത്താണ് പാടത്ത് കൃഷിപ്പണി ചെയ്യാനായിട്ട് ഈ കർഷക സ്ത്രീകൾ പുറപ്പെടുന്നത്. അവർ രാവിലെ തന്നെ ഉണർന്നെഴുന്നേറ്റ് വീട്ടിലെ ജോലികളെല്ലാം തീർത്തു വയ്ക്കും. എന്നിട്ട് അവർക്ക് പോകണം പാടത്തേക്ക്. അവർ പോകുകയാണ്. ഇതാ, അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞെണീറ്റന്യോന്യം ചൊല്ലി വിളിക്കയായി. ഓരോ വീട്ടിലെയും പെണ്ണുങ്ങൾ ഉണർന്നെഴുന്നേറ്റിട്ട് എല്ലാവർക്കും ഒന്നിച്ചാണ് അവർ പാടത്തേക്ക് പോകുന്നത്, ഒറ്റയ്ക്കല്ല. അപ്പോൾ ഒരു വീട്ടിലെ ഒരു സ്ത്രീ എണീറ്റിട്ട് അടുത്ത വീട്ടിലെ, എടി ഓമനെ വേഗം വാ, നേരം വൈകിയിരിക്കുന്നു, സൂര്യൻ ഉദിച്ചിരിക്കുന്നു, എടി ശാന്തേ വേഗം വാ, നമുക്ക് പാടത്തേക്ക് പോകാം. ഇങ്ങനെ അവർ അടുത്തടുത്ത വീടുകളിലെ പെണ്ണുങ്ങളെയൊക്കെ വിളിക്കുകയാണ്. അപ്പോഴേക്കും അവരെല്ലാവരും റെഡിയായി ചാടി പുറപ്പെടുകയായി. അങ്ങനെ അവർ അന്യോന്യം ചൊല്ലി വിളിക്കുകയാണ്. ഈ സമയത്ത് വേലിപ്പടർപ്പിലെ പച്ചിലച്ചാട്ടിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു. പ്രഭാതമാണല്ലോ. അവർ പാടത്തേക്ക് പോകാൻ ഇങ്ങനെ തിരക്ക് കൂട്ടുന്ന സമയത്ത് അവിടെയൊക്കെ വേലിപ്പടർപ്പുകളാണ്. ഇന്നത്തെ പോലെ മതിൽ കെട്ടി വേർതിരിച്ചിട്ടില്ല ഭൂമിയെ. എവിടെ നോക്കിയാലും വേലിപ്പടർപ്പുകൾ. എന്താണ് വേലിപ്പടർപ്പിന്റെ പ്രത്യേകത? അത് നിറച്ച് സസ്യജാലങ്ങളായിരിക്കും, ചെടികളായിരിക്കും, മരങ്ങളായിരിക്കും. അങ്ങനെ തിങ്ങി നിൽക്കുന്ന ആ ചെടികളിൽ കൊച്ചു കൊച്ചു കിളികൾ വന്നിരിക്കും, ഓലക്കിളികൾ. ആ കിളികൾ വേലിപ്പടർപ്പിലെ ആ പച്ചില കൂട്ടത്തിൽ ഇരുന്ന് ചിലയ്ക്കുകയാണ്. കലപില കലപിലാന്ന് ചിലയ്ക്കുകയാണ്. ഒന്ന് മനസ്സിലൊന്ന് കാണൂ അത് ചിലയ്ക്കുന്ന ശബ്ദം. എന്നിട്ട് ഇനി നമുക്ക് ഈ കർഷക സ്ത്രീകൾ എങ്ങനെയാണ്, അവരുടെ രൂപം എന്താണ്, പ്രവൃത്തി എന്താണ് എന്നൊക്കെ ഒന്ന് നോക്കാം അല്ലെ. ചെന്നിക്കൽ കെട്ടി ചെരിച്ചു നിർത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ തുമ്മാൻ ചെരുതി ഉടുപുടത്തുമ്പുകൾ ഒന്നുമേലാക്കം കയറ്റിക്കുത്തി. ഒരു വാഗ്മയ ചിത്രമാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് വാഗ്മയ ചിത്രം? വാക്കുകൾ കൊണ്ടുള്ള ഒരു ചിത്രം. വരികൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ചിത്രം രൂപം കൊള്ളുന്നു. ഇവിടെ ഈ കർഷക പെണ്ണുങ്ങൾ അവരുടെ തലമുടി എവിടെയാണ് കെട്ടിവച്ചിരിക്കുന്നത്? ചെവിയുടെ മുകളിലുള്ള ഭാഗമാണ് ചെന്നി. അവിടെ ഇങ്ങനെ ചുരുട്ടി കെട്ടിവച്ചിരിക്കുകയാണ്. ചെന്നിക്കൽ കെട്ടി ചെരിച്ചു നിർത്തിയ, അവിടെ ഇങ്ങനെ കെട്ടി ചെരിച്ചു നിർത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ, ഭംഗിയുള്ള ആ കുന്തളം തലമുടി. ആ തലമുടിയിൽ എന്താണ് വെച്ചിരിക്കുന്നത്? മുടി കെട്ടിവെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? മുടി ഇങ്ങനെ ചെവിയുടെ മുകളിലായിട്ട് ഒരു ഉണ്ട പോലെ ഇങ്ങനെ കെട്ടി വച്ചിരിക്കുകയാണ്. ആ മുടിയുടെ ഉള്ളിൽ അവരൊരു സാധനം വെച്ചിട്ടുണ്ട്. എന്താണത്? തുമ്മാൻ ചെരുതി ഉടുപുടത്തുമ്പുകൾ ഒന്നുമേലാക്കം കയറ്റിക്കുത്തി. ആ മുടിയുടെ ഉള്ളിൽ തുമ്മാനാണ് വച്ചിരിക്കുന്നത്. തുമ്മാൻ എന്ന് വെച്ചാൽ മുറുക്കാൻ. വെറ്റിലയും അടക്കയും ഒക്കെ ചേർത്ത് വെച്ചിട്ട് മുറുക്കുന്നത് കണ്ടിട്ടില്ലേ? ആ മുറുക്കാൻ അവർ ആ മുടിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ ഉടുത്തിരിക്കുന്ന ആ പുടവകൾ, മുണ്ട്, അതിങ്ങനെ കുറച്ച് മുകളിലേക്ക് കയറ്റി കുത്തിയിട്ടുമുണ്ട്. എന്തിനാണ് അവർ ആ മുണ്ട് അങ്ങനെ കയറ്റി കുത്തിയിരിക്കുന്നത്? താഴെ ചെളിയല്ലേ, അഴിച്ചിട്ടാൽ മുണ്ട് മുഴുവൻ ചെളിയിലാകും. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ കർഷക പെണ്ണുങ്ങളുടെ തലമുടിയുടെ ഉള്ളില് തുമ്മാൻ വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതെന്തിനാ അവർക്ക് അത് മടിക്കുത്തിൽ വെച്ചാ പോരെ? അതെന്തിനാണ് ഈ മുടിയുടെ ഉള്ളിൽ അവര് തിരികെ വെച്ചിരിക്കുന്നത്? കാരണമുണ്ട്. അവര് പാടത്ത് ഞാറ് നടുമ്പോൾ കുനിഞ്ഞു നിന്നാണ് ഞാറ് നടുന്നത്, നിവർന്ന് നിന്നല്ല. കുനിഞ്ഞു നിന്ന് അവർ പാട്ടുകളൊക്കെ പാടി, പാട്ടുകളൊക്കെ പാടി അവർ അങ്ങനെ ഞാറ് താളത്തിൽ നടുമ്പോൾ അവർക്ക്
ആ പണിത്തിരക്കിനിടയിൽ നിവർന്നു നിന്ന് ഈ മുറുക്കാൻ എടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇങ്ങനെ കുനിഞ്ഞു നിന്ന് ഞാറ് നടുമ്പോൾ അവരുടെ ഈ മുടിയുണ്ടല്ലോ, അത് അവരുടെ കൈയുടെ അടുത്തായിരിക്കും. കുനിഞ്ഞു നിന്നുകൊണ്ട് പണിയെടുക്കുന്ന വേളയിൽ തന്നെ അവർക്ക് നിവരാതെ ഈ മുടിക്കെട്ടിൽ നിന്നും മുറുക്കാൻ ഇങ്ങനെ എടുത്ത് വായിൽ വെക്കാൻ സാധിക്കും. എന്താ ബുദ്ധി അല്ലേ? അപ്പോൾ അതിനാണ് അവർ ഈ തുമ്മാനെടുത്ത് മുറുക്കാനെടുത്ത് മുടിക്കുത്തിൽ ഇങ്ങനെ വച്ചിരിക്കുന്നത്. എന്നിട്ട് കാലുപുതയും വരമ്പത്തെ പാഴ്ചെളി താരയിൽ താമര താർവിടർത്തി. അവരുടെ 2 കാലുകളും ആ പാടത്തെ ചെളിയിലാണ്. ഞാറ് നടുന്ന ആ പാടം മുഴുവൻ ചെളിയായിരിക്കും. ആ ചെളിയിൽ പാദങ്ങൾ ഇങ്ങനെ ഏകദേശം ഒരു മുട്ടിന്റെ അടുത്ത് വരെ താഴ്ന്നു നിൽക്കും. അങ്ങനെ നിന്നിട്ടാണ് അവര് ഞാറ് നടുന്നത്. ഇവിടെ കവി പറയുന്നു, ആ പാടവരമ്പത്തെ പാഴ്ചെളി, അതിൽ താമര താർവിടർത്തി. താമരപ്പൂവ് എന്തു ഭംഗിയുള്ള പൂവാണ് അല്ലെ? താമരപ്പൂവ് എവിടെയാണ് ഉണ്ടാവുന്നത്? വെള്ളത്തിലാണ് അതങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്, വെള്ളത്തിന്റെ മുകളിൽ. പക്ഷേ ഈ താമരപ്പൂവിന്റെ അടിഭാഗം എവിടെയായിരിക്കും? ആ ചെളിയിലായിരിക്കും. പുഴയിലോ കുളത്തിലോ തോട്ടിലോ ഒക്കെ ഉള്ള ആ ചെളിയിലാണ് ഈ താമര നിൽക്കുന്നത്. അതിന്റെ വേരുകളും അടിഭാഗവും ഒക്കെ നിൽക്കുന്നത്. ആ താമരപ്പൂവിനെ പോലെ ഇവിടെ നമ്മുടെ കർഷക സ്ത്രീകളുടെ പാദങ്ങളെ താമരയോട് സാദൃശ്യപ്പെടുത്തുന്നു. ആ കാല് പുതയുന്ന ആ ചെളിയിൽ അവർ അവരുടെ പാദങ്ങൾ താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് അങ്ങനെ താമര താർ വിടർത്തി, പൂവിനോ പോലെ അവരങ്ങനെ ചെളിയിൽ നിൽക്കുന്നു. ഇനി നമുക്ക് വീണ്ടും ആ കൃഷിപ്പണിയുടെ മഹത്വത്തിലേക്കും അതിന്റെ ഭംഗിയിലേക്കും ഒന്ന് കടന്നു ചെല്ലാം. മന്ദമുണർന്നു ദിഗന്ധങ്ങൾ, നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പാറി. ദിഗന്ധങ്ങൾ, ദിക്കിന്റെ അറ്റം. അങ്ങനെ ആ ദിക്കുകളെല്ലാം ഉണർന്നു. സൂര്യനുദിച്ചു. പാടത്തെ കൃഷിപ്പണിക്കായിട്ട് പെണ്ണുങ്ങൾ പോയി. അവർ ആ ചെളിയിലിറങ്ങി ഞാറുകൾ നടാൻ തുടങ്ങി. ഈ സമയത്ത് നല്ല വെളിച്ചമായി, രാത്രിയൊക്കെ മാറി എല്ലാം നല്ല വെളിച്ചമായി. ആ സമയത്ത് പെട്ടെന്ന് നേരിയ മഞ്ഞു പോലെ ഒരു പൂമഴ പെയ്തു. ചെറിയ ഒരു മഴ പെയ്തു. മഴ പെയ്തപ്പോൾ എന്തായി? ഇതാ, പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തവും എങ്ങുമെങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു. ഹാ, എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ. കവയിത്രി വരമ്പിൽ അങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോഴതാ പെട്ടെന്ന് ഒരു ചെറിയ മഴ പെയ്തു. ആ മഴ പെയ്തപ്പോൾ അവിടെയുണ്ടായിരുന്ന പച്ചിലക്കൂട്ടം, ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചെടികൾ, ആ പച്ചിലക്കൂട്ടവും പാടവും മാടവും, മാടം ചെറിയ ചെറിയ കുടിലുകൾ, ആ കുടിലുകളും ചക്രവാളം, ആകാശവും എല്ലാം ഒന്ന് കുളിർന്നു നനഞ്ഞു. പതുക്കെ ഒന്ന് നനഞ്ഞ് ആകെ ഒന്ന് കുളിർന്നു. ചെറിയ മഴയാണ്, മഞ്ഞുപോലെ ചെറിയ മഴയാണ് പെയ്തത്. പക്ഷെ അത് പെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളവും എല്ലാം ചെറുതായിട്ട് ഒന്ന് കുളിർന്ന് നനഞ്ഞു. അത് കണ്ടിട്ട് കവയിത്രി പറയുന്നു, ഹാ, വർണ്ണിക്കാൻ പറ്റില്ല, എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ. അല്ലയോ കേരളമേ, എന്റെ നാടേ, നീ ഒരു സുന്ദരമായ ചിത്രം പോലെയായി മാറിയിരിക്കുന്നു. ആ മഴ പെയ്തപ്പോൾ, ആ കുളിരും നനവുമെല്ലാം വന്നപ്പോൾ ആ പ്രകൃതിക്കുണ്ടായ മാറ്റം, അതിനെ സുന്ദരമായ ഒരു ചിത്രമായിട്ട് കവയിത്രി കാണുന്നു. കിക്കിളി കൂട്ടി ഉഴവുചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽ ചെളിയിൽ. കിക്കിളി കൂട്ടി ഉഴവുചാലിൽ കൂടി.
കിക്കിളി കൂട്ടി അങ്ങനെ കളകൾ നിലം ഒഴുകുകയാണല്ലോ. ആ ഉഴവുചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽ ചെളിയിൽ. പൊക്കിള കുമിളകൾ, ചെളിയാണ്, അതിലിങ്ങനെ കുമിളകൾ പൊന്തി വരും. ആ പൊക്കിള പൊന്തുന്ന ആ വയലിലെ ചെളിയിൽ ആ പെണ്ണുങ്ങൾ മന്ദമിറങ്ങി നിരന്നു നിലകൊണ്ടു. പെണ്ണുങ്ങൾ മണ്ണിൻ അരുമ മക്കൾ. ആ പൊക്കിള പൊന്തുന്ന, കുമിളകൾ പൊന്തുന്ന ആ ചെളിയിലേക്ക് ആ കർഷക സ്ത്രീകൾ പതുക്കെ മന്ദം ഇറങ്ങി അങ്ങനെ നിരന്ന് നിലകൊണ്ടു. നിരന്നാണ് അവരങ്ങനെ നിൽക്കുന്നത്, ഒരേ വരിയായിട്ട്. അങ്ങനെ നിരന്ന് നിൽക്കുന്ന അവരെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ആ പെണ്ണുങ്ങളെ മണ്ണിന്റെ അരുമ മക്കളായിട്ട്. ആ മണ്ണിന്, ആ കൃഷി ചെയ്യുന്ന പെണ്ണുങ്ങൾ അരുമ മക്കളാണ്. മണ്ണും കർഷകരും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. കർഷകർ മണ്ണിനെ അമ്മയായിട്ട് കാണുന്നു, ഭൂമിയെ അമ്മയായിട്ട് കാണുന്നു. ആ അമ്മ തന്റെ മക്കളോടുള്ള സ്നേഹമാണ് നല്ല വിളവായിട്ട് അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഭൂമിയാകുന്ന അമ്മ ആ കർഷകരാകുന്ന മക്കളെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ കർഷകരും അതുപോലെ ഭൂമിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം. ഭൂമിക്ക്, മണ്ണിന് അവർ അരുമ മക്കളാണ്. അവരങ്ങനെ ആ ചെളിയിലിറങ്ങി നിരന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നിരന്ന് നിന്നിട്ട് അവർ ജോലി തുടങ്ങുകയായി. കൈകൾ കിണഞ്ഞു പണിയുകയായി, ഞാറിന്മേൽ കാൽകൾ ചെളിയിൽ കുതിക്കയായി. അലസരൊന്നുമല്ല, അവർ നല്ല കഠിനാധ്വാനികളാണ്. അവർ അവരുടെ കൈകൾ കൊണ്ടാണല്ലോ ഞാറ് നടുന്നത്. ഞാറ് ഇങ്ങനെ കുറെ ഞാറ് ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ട്, ഞാറെന്ന് വെച്ചാൽ എന്താ? നെൽവിത്ത്. അപ്പോ കൃഷിയൊക്കെ ചെയ്ത വിളവ് കൊയ്തെടുത്ത് കഴിയുമ്പോൾ ആ നെല്ല് കുറച്ചെടുത്ത് വിത്തുകളാക്കി വെക്കും. ആ വിത്തുകളാണ് പിന്നീട് പാടം, വയലൊക്കെ ഒരുക്കി അതിൽ വിതയ്ക്കുന്നത്. വിത്ത് വിതയ്ക്കും. വിത്ത് വിതച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് മുളച്ച് ചെറിയ ചെറിയ നെല്ലിൻ തൈകളാകും. ആ തൈകളാണ് ഞാറ്. അത് പറിച്ച് കൊണ്ടുവന്നിട്ടാണ് ഒരേ അളവില് ഇങ്ങനെ നടുന്നത്, ചെളി നിറഞ്ഞ പാടത്ത് നടുന്നത്. അപ്പോൾ അവരുടെ കൈകൾ കൊണ്ട് ഈ ഞാറെടുത്ത് കുറേശ്ശെ ഇങ്ങനെ എടുത്ത് ചെളിയിൽ ഇങ്ങനെ ആ വിരലുകൾ ഇങ്ങനെ താഴ്ത്തുകയാണ്, ആ ചെളിയിലേക്ക് വെക്കുകയാണ്. കൈകൾ കിണഞ്ഞു പണിയുകയായി, ഞാറിന്മേൽ കാൽകൾ ചെളിയിൽ കുതിക്കയായി. കാലുകൾ വേഗം ഓരോ സ്ഥലം അവർ നട്ടു കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. വളരെ വേഗത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ബോധ്യായില്ലേ, അവർക്ക് നിവർന്ന് നിന്ന് മുറുക്കാനെടുക്കാൻ പറ്റാത്തതിന്റെ കാരണം ബോധ്യായില്ലേ? അപ്പൊ ആ തിരക്കിനിടയില്, ആ കഠിനാധ്വാനത്തിനിടയില് സമയം കളയാൻ അവർക്കില്ല. അപ്പോൾ അവർ ആ സമയത്ത് തന്നെ, ആ പണിയുടെ ഇടയിൽ തന്നെ, ആ കുനിഞ്ഞു നിൽക്കുന്നതിനിടയിൽ തന്നെ മുടിക്കെട്ടിൽ നിന്നും മുറുക്കാനെടുത്ത് വായിൽ വെക്കും. താഴെ വയലിൽ നിരയായി നീല നീരാളം വിരിയുകയായി. അവരങ്ങനെ ഞാറ് നടുന്നതിനെ കവയിത്രി പറയുന്നത് ആ വയലിൽ അങ്ങനെ നീല നിറത്തിലുള്ള ഒരു വസ്ത്രം പോലെ അതങ്ങനെ വിരിഞ്ഞ് വരുന്നു. അങ്ങനെ വായുവിൽ കേരള വീരാപദാനങ്ങൾ ആലോല നർത്തനം ആടുകയായി. അവർ ജോലി ചെയ്യുമ്പോഴും പാട്ട് പാടുന്നുണ്ട്. നമുക്കറിയാം, കൃഷിയെ കുറിച്ചൊരു കലാരൂപമാണ്, കലാസൃഷ്ടിയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ കൃഷി ചെയ്യുമ്പോൾ വിത്ത് വിതയ്ക്കുന്നു, അപ്പോൾ വിത്തുപാട്ട് പാടുന്നു. ഞാറ് നടുമ്പോൾ ഞാറ്റുപാട്ട് പാടുന്നു. വിളവ് കൊയ്തെടുക്കുമ്പോൾ കൊയ്ത്തുപാട്ട് പാടുന്നു. ഇതിനിടയിൽ വെള്ളം പാടത്തേക്ക് കിണറുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നും തേവിയാണ് ചിലപ്പോൾ ഒഴിക്കുക, മഴ പെയ്യാത്ത സാഹചര്യത്തിൽ. അപ്പോൾ തേവുമ്പോൾ, വെള്ളം തേവുന്നത് ഈ കിണറുകളിൽ ഒരു വലിയൊരു തേവ് കൊട്ടയുണ്ടാകും. അതില് ഒരാളിങ്ങനെ കിണറിന്റെ നടുവിൽ പലകയിട്ടിട്ട് അതിൽ കയറി നിന്നിട്ടാണ് ഇങ്ങനെ താഴത്തേക്ക് താഴ്ത്തും. എന്നിട്ട് ആ തേവ് കൊട്ടയിൽ വെള്ളം നിറയുമ്പോൾ അത് പതുക്കെ മുകളിലേക്ക് ഉയർത്തും. എന്നിട്ട് കൈത്തോട്ടിലേക്ക് ആ തേവ് കൊട്ട ചരിക്കും. ആ സമയത്തൊക്കെ ആ കർഷകൻ പാട്ടുപാടുന്നുണ്ട്.
അതാണ് തേവ് പാട്ട്. അപ്പോൾ എത്രയെത്ര പാട്ടുകൾ, എത്രയെത്ര കലകൾ ആണ് ഈ കൃഷിയുമായിട്ട് ഈ സാഹചര്യത്തിൽ തന്നെ ഉള്ളതെന്ന് നോക്കൂ. അപ്പോൾ ഇവരിങ്ങനെ കേരള വീരാപദാനങ്ങൾ ആലോല നർത്തനം ആടുകയായി. നമ്മുടെ കേരളത്തെ കുറിച്ചുള്ള, കൃഷിയെ കുറിച്ചുള്ള മനോഹരമായ അനേകം പാട്ടുകളാണ് അവിടെ ഉയർന്നു വരുന്നത്. ഇതെല്ലാം കണ്ടിട്ട് കവയിത്രി ചിന്തിക്കുകയാണ്. കവയിത്രിയുടെ ജോലി എന്താണ്? വലിയ തറവാടാണ്, ധനാഢ്യത നിറഞ്ഞ തറവാടാണ്, ഒരു കൂട്ടുകുടുംബമാണ്. അവിടെ എല്ലാം ചെയ്തു കൊടുക്കാൻ പണിക്കാരുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സുഖലോലുപതയിൽ, ആഢ്യതയിൽ കഴിയുന്ന കവയിത്രി ചിന്തിക്കുകയാണ്. സന്തത തൂലിക സാഹചര്യം കൊണ്ട് നൊന്തു മരവിച്ച് മൽക്കരമേ. കവയിത്രി എപ്പോഴും എന്താണ് ചെയ്യുക? സന്തതം, എല്ലായ്പ്പോഴും. തൂലിക സാഹചര്യം കൊണ്ട് നൊന്തു മരവിച്ച മൽക്കരം. കവയിത്രി ഏത് സമയവും എഴുതുകയാണ്, സ്വന്തം കൈകൾ കൊണ്ട് എഴുതുകയാണ്. അങ്ങനെ എഴുതി എഴുതി കുറെ എഴുതുമ്പോൾ കൈ ക്ഷീണിക്കുമല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സന്തത തൂലിക സാഹചര്യം കൊണ്ട് നൊന്തു മരവിച്ച അല്ലയോ എന്റെ കൈകളെ. മഞ്ജുളമീ കലാ സൃഷ്ടിക്കു മുമ്പിലായി അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം. ഞാൻ എപ്പോഴും എഴുതി എഴുതിയാണ് എന്റെ കൈകൾ ക്ഷീണിക്കുന്നത്. അങ്ങനെ ക്ഷീണിക്കുന്ന എന്റെ അല്ലയോ കൈകളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മഞ്ജുളമായ മനോഹരമായ കലാസൃഷ്ടിയുടെ മുമ്പിൽ നിങ്ങൾ അഞ്ജലി കൂപ്പി നിൽക്കുക. അഞ്ജലി കൈ നിങ്ങൾ അഞ്ജലി കൂപ്പി തൊഴുതു നിൽക്കുക. മഞ്ജുളമീ കലാസൃഷ്ടിക്കു മുമ്പിലായി അഞ്ജലി കൂപ്പി അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം. ഭക്തിപൂർവം കൈകൾ കൂപ്പി നിൽക്കുക. എന്നിട്ട് പറയുന്നു, ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പത്രേ നാട്ടിന്റെ നന്മകൾ നെയ്തെടുക്കൂ. ആ ചെളിക്കുണ്ടിൽ, ചെളിയിലേക്ക് താഴ്ത്തുന്ന ആ കൈവിരൽ തുമ്പുകൾ, അതാണ് നാടിന്റെ നന്മകൾ നെയ്തെടുക്കുന്നത്. തീർച്ചയാണ്, അത് സത്യം തന്നെയാണ്. ഒരു കാലത്ത് നമ്മുടെ കേരളം കൃഷിയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. കൃഷിയായിരുന്നു ഏക വരുമാന മാർഗം. കർക്കടക മാസത്തിലെ തോരാത്ത മഴയത്ത് പല വീടുകളിലും അന്ന് പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. ആ കള്ളക്കർക്കടകം എന്നാണ് പറയുന്നത്. ആ കർക്കടകം കഴിഞ്ഞിട്ട് പൊന്നിൻ ചിങ്ങമാസം പിറക്കുമ്പോൾ എല്ലാ മലയാളികളും സന്തോഷിച്ചിരുന്നു. അതിന് കാരണം പൊന്നിൻ ചിങ്ങമാസം, തിരുവോണം. അപ്പോഴാണ് നെൽപ്പാടങ്ങളിൽ അങ്ങനെ വിളഞ്ഞു കിടക്കുന്ന നെല്ല് കൊയ്തെടുക്കുന്നത്. ആ കൊയ്ത്തുകാലം കഴിയുമ്പോൾ എല്ലാ വീടുകളിലും സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു, ദാരിദ്ര്യം മാറുന്നു. നെല്ലുകുത്തി അരിയാക്കി വയറു നിറച്ച് ആഹാരം കഴിക്കുന്നു. ആ സമൃദ്ധിയുടെ കാലം, ആ ഐശ്വര്യത്തിന്റെ കാലം, അതെല്ലാം സൃഷ്ടിക്കുന്നത് കർഷകരാണ്. അവർ കഷ്ടപ്പെട്ട് പാടത്ത് ചെളിയിലിറങ്ങി കൃഷി ചെയ്ത് വിളവുണ്ടാക്കുന്നു. അങ്ങനെ ആ ഗ്രാമത്തിന് ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്നു. അതുകൊണ്ട് നമ്മൾ ആ കർഷകരെയാണ് നമിക്കേണ്ടത്. അവരുടെ വിരൽത്തുമ്പാണ് നാടിന്റെ നന്മകൾ നെയ്തെടുക്കുന്നത് എന്നാണ് കവയിത്രി ഇവിടെ അർത്ഥമാക്കുന്നത്. കവിത നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പത്രേ നാട്ടിന്റെ നന്മകൾ നെയ്തെടുപ്പൂ. അതെ, അങ്ങനെ ഐശ്വര്യം നിറഞ്ഞ ഗ്രാമത്തിന്റെ ഐശ്വര്യമായ ആ കർഷക സ്ത്രീകളെ കുറിച്ച് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ മുമ്പിൽ കൈകൾ കൂപ്പിക്കൊണ്ട് നമുക്ക് ഈ പാഠം നിർത്താം. അപ്പോൾ ഇതിലെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ നിങ്ങളെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.